ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. വേറൊന്നുമില്ല, വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ തന്നെയാണ് ഇന്നും നോക്കാം. സീസൺ ആയ പിന്നെ ചക്കക്കുരു എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിനായിട്ടായിരിക്കും. ചക്കയും ചക്കക്കുരു ഇല്ലാത്ത ദിവസങ്ങളും ആഴ്ചകളിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിൻ ചക്കക്കുരു കറിയും ചക്കക്കുരു മുരിങ്ങച്ചപ്പ് കറിയും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഈയിടെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ചക്കക്കുരുവിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷിയുണ്ടെന്ന്. അല്ലെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മരുന്നിട്ട ഫുഡിനേക്കാളും എത്രയോ നല്ലതാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന ചക്കക്കുരുവും ചേമ്പിലയും വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം. നമുക്ക് അതിനോട് പ്രതിരോധ ശേഷി മറ്റൊന്നിനും കിട്ടാനില്ല. എനിക്ക് തണുപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് സൗണ്ടിന് ഇത്തിരി വ്യത്യാസം വരുന്നത്. നമ്മുടെ ചക്കക്കുരു മുരിങ്ങയിലും ചട്ടിയിലിട്ട് വറുത്ത് ഇത്തിരി മീൻ കറിയും പോർന്ന് വേണമെങ്കിൽ കാന്താരി ഉടച്ച് കഴിച്ചതിൻ്റെ സുഖം ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡിനൊന്നും കിട്ടത്തില്ല. ഞാനൊക്കെ ചെറുതിൽ വീട്ടിൽ നിന്ന് അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു മഴക്കാലം വരെയും എടുത്തു വെക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണക്ക് കറിയെല്ലാമായിരിക്കും അധികം. മീനൊന്നും അങ്ങനെ സ്ഥിരമൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഉണക്ക് വറവോ ഉണക്ക് കറി ചമ്മന്തി ഇതെല്ലാം വെച്ച് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക പഴമ ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ആ ഒരു എന്താ പറയുക പെരക്കി ഉണ്ടയാക്കി തരുമ്പോഴെല്ലാം കിട്ടുന്നൊരു ടേസ്റ്റ്. അതുപോലെ നമ്മളെ മക്കൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കും ഇതെല്ലാം ഇതുപോലത്തുള്ള ഫുഡെല്ലാം കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പൊരുത്തപ്പെടും. അല്ലാതെ കുട്ടിക്ക് ഇതെല്ലാം കാണുമ്പോൾ ചക്കക്കുരു വേണ്ട, ഇതെനിക്ക് വേണ്ട, ഇന്നത്തെ ഭക്ഷണം ഇതാണെങ്കിൽ ഞാൻ കഴിക്കില്ല, കുറച്ചും കൂടി വലുതാകുമ്പോൾ കുട്ടികൾ അത് വെച്ച് പോവും. അവർക്കറിയില്ല. അവർക്ക് ഇന്നത്തെ എന്താ പറയുക ചിക്കൻ കൊണ്ടുള്ള പല ഐറ്റംസും മീനും വലിയ വലിയ മീൻ അങ്ങനത്തെ എല്ലാം മാത്രമേ അല്ലെങ്കിൽ പച്ചക്കറിയിൽ മാത്രം ഒതുങ്ങിപ്പോവും. അങ്ങനെ ചെറുതിലെ കുട്ടിക്ക് എല്ലാ ഭക്ഷണവും കൊടുത്ത് ശീലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഒരുപാട് എന്താ പറയുക നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് മാറി വരും. അല്ലാതെ കുട്ടികൾ ഒരു കറിയോ ഒരു വറവോ ഒരു ചമ്മന്തിയോ മാത്രം കഴിച്ചിട്ട് ഭക്ഷണം ഒതുക്കും. അവരുടെ ശരീരത്തിൽ എല്ലാ ഭക്ഷണ പദാർത്ഥത്തിലുള്ള കാര്യങ്ങളും ഇലക്കറിയും പയറുവർഗ്ഗവും മീനും എല്ലാം അടങ്ങിയിരിക്കണമെങ്കിൽ നമ്മളിപ്പോഴേ ചെറുതിലെ കുട്ടിക്ക് ആ ഭക്ഷണം കൊടുത്ത് ശീലാക്കണം. അതിനിടയിൽ ഒരു കർമ്മൂസ് അപ്പുറത്തുനിന്ന് കൊണ്ടുതന്നതാണ്. ചെറിയ കർമ്മൂസ് ആദ്യമായിട്ടുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേച്ച് കൊണ്ടു തന്നതാണ്. അപ്പോഴേക്ക് ഞാൻ മുരിങ്ങയില പറിക്കാൻ വേണ്ടിയിട്ട് പോയി പറിച്ചു വന്നു. ഇതാണ് ഇതിലേറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ അധികം ഇവിടുത്തെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറയും അധികം അതിൻ്റെ തണ്ട് കളയാൻ പാടില്ല, അതാണ് അതിൻ്റെ മെയിൻ വിറ്റാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും രക്ഷപ്പെട്ടല്ലോ, തണ്ട് അത്രയല്ലേ പോകണ്ടുള്ളൂ. ചിലവർക്ക് അതിൻ്റെ തണ്ടോടെ കറി വെക്കുമ്പം ഒരു ഇല മാത്രം ഓരോന്നോരോന്നായിട്ട് എടുക്കുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ അത് എടുക്കുക എന്നുള്ളത് കുറച്ചും കൂടി ടൈം എടുക്കുന്ന കാര്യമായതുകൊണ്ട് പരമാവധി ഞാൻ അധികം എടുത്ത് കളയാറില്ല. എന്നാലും വലിക്കുമ്പോൾ കിട്ടുന്ന വലിയതെല്ലാം മാറ്റി വെക്കും. പിന്നെ അച്ഛനങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്കൊന്നും അത് വിഷയമല്ല എന്ന് കണ്ടതുകൊണ്ട് പിന്നെ ഇച്ചിരിയും കൂടി അങ്ങ് വിട്ടേക്കും. ഈ ഇല എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പുഴുക്കൾ കൂട് കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറിയൊരു വണ്ണത്താൻ സ്പൈഡർ ചെറിയ കാണാതെ പച്ച കളർ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറിച്ചിട്ട് വരുന്ന സമയത്തും ഒരു ലൈറ്റ് മഞ്ഞ അടിക്കുന്ന കളറ് അത്രയും ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുള്ളൂ. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ കറിയിലേക്ക് അത് എടുത്തിടുക. അപ്പോൾ എൻ്റെ ചക്കക്കുരു മുരിങ്ങച്ചപ്പ് ഇപ്പം ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. പരിപ്പ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി കൂടി പൊതിരട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
എല്ലാവരും അപ്പുറത്തുനിന്ന് കളിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് എനിക്ക് ശാന്തമായിട്ട് വീഡിയോ എടുക്കാനും ഇത് ചെയ്യാനും പറ്റുന്നത്. അല്ലെങ്കിൽ എൻ്റെ അടുക്ക വന്നിട്ടായിരിക്കും ഒച്ചപ്പാടും എന്താ പറയുക, എന്നെ ഒന്നിനും വിടില്ല. അപ്പോൾ സ്കൂൾ കൂട്ടിയ ടൈം ആയതുകൊണ്ട് പങ്ങളുടെ മക്കളും അപ്പുറത്തെ കുട്ടിയും എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും അപ്പുറത്തുനിന്ന് കളിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ കഴുകി നേരത്തെ പുതിർത്ത് വെച്ച പരിപ്പെടുത്ത് കഴുകി കുക്കറിലോട്ടിട്ടു. ചുവന്ന പരിപ്പിന് അത്രയും എന്താ പറയുക പുതിർക്കണ്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും. മറ്റു പരിപ്പിനെ പോലെയല്ല. അതിൻ്റെ ബെനിഫിറ്റ് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചായിട്ട് കറിയിൽ ചുവന്ന പരിപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി മഞ്ഞൾ പൊടി അതിലോട്ടിട്ടു. നമ്മുടെ ചക്കക്കുരു മുരിങ്ങാച്ചപ്പും ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് ഒരു 2-3 വിസിൽ വേവിച്ചെടുക്കുന്നു. നമ്മുടെ കുക്കറിൽ വെക്കുന്ന എന്ത് ഭക്ഷണം ആയിക്കഴിഞ്ഞാലും അത് വിസിലൊക്കെ പോയി മൂടി അയച്ചതിന് ശേഷം പിന്നെയും നമ്മൾ മൂടി അയച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ കറിക്കായാലും കഞ്ഞിക്കായാലും പിന്നെ അതിൽ നിന്ന് അങ്ങനെ കുറുകി വരുമ്പോൾ ഒരു മുയിപ്പ്, ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് വരാനുണ്ട്. അങ്ങനെ നമ്മൾ കറിയിൽ അരവെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾ, ജീരകം മസ്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ എല്ലാം കൂടി നമ്മൾ അരച്ചെടുത്ത് നേരത്തെ പറഞ്ഞ മാതിരി തിളപ്പിക്കാൻ വെച്ചു. തിളപ്പിച്ചു ശേഷം അരവ് പോർന്ന് പിന്നെയും തിളപ്പിച്ചെടുക്കുന്നു. അപ്പോഴേക്കും നമ്മൾ അപ്പുറത്തുനിന്ന് ഭയങ്കര ഒച്ചപ്പാടുണ്ട്. വോളിയം കുറച്ചതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അവരവിടെ നിന്ന് നന്നായിട്ട് അട്ടി കഴിഞ്ഞ് കടിയാന്നു. അപ്പോൾ നമ്മൾ എണ്ണപ്പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രത്തിന് ഒരു ഇച്ചിരി ഓട്ടയിലുണ്ട്. അത് സ്വാഭാവികം. അതൊന്നും ആ ഓട്ടയുണ്ടെന്ന് വെച്ചിട്ട് ഇത്തിരി നല്ല പാത്രം കളയാൻ പറ്റില്ലല്ലോ. അതിലേക്ക് നമ്മൾ ഇച്ചിരി കടുകും കറിവേപ്പിലയും, പിന്നെ ഞാൻ ഉലുവ ഇടലുണ്ട് സാധാരണ കടുക് പൊട്ടിക്കുമ്പോൾ. ഇന്നതിട്ടിട്ടില്ല, പിന്നെ മതിയെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് മസ്റ്റായിട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ചോറ് തിന്നുമ്പോൾ മറ്റേ വെളുത്തുള്ളി കഴിക്കാം. ഇനി പരിപ്പ് കൂട്ടിയിട്ട് ഗ്യാസ് ഇളകിയെന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ ഇത് പറയാൻ പാടില്ല. ഗ്യാസ് പ്രോബ്ലം മാറ്റാൻ വെളുത്തുള്ളി കറിക്കൊപ്പം ആഡ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് അടച്ചു വെച്ചതിന് ശേഷം പിന്നെയും നമുക്ക് കിച്ചണിലെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. ഉച്ചക്കത്തെ കറിയും പിന്നെ തലേന്ന് ചിക്കൻ കറി വെച്ചതുണ്ടായതുകൊണ്ട് അതിൽ 2 ഒതുക്കി. ശേഷം നമ്മൾ അടുക്കള ഇറയകത്തേക്ക് വന്നിക്കുമ്പോൾ കളിക്കുന്ന തിരക്കായി വരും. ഒരാൾ എൻ്റെ പഴയ ഫോണ് നോക്കിയിരിക്കലാന്ന്, മറ്റാൾ വണ്ടി കയറി കളിക്കുന്നതാണ്. ഇത് മുറ്റത്തെ കാഴ്ചയാണ്. കണ്ടില്ലേ, ചപ്പാത്തി കുഴക്കല അവർ മണ്ണുകൊണ്ട് അവിടെ. സ്കൂൾ പൂട്ട് ടൈം ആയതുകൊണ്ട് ഇവർക്കും ടൈം പോകണ്ടേ, അതുകൊണ്ട് മുറ്റത്തു നിന്നുള്ള ഇതുപോലുള്ള കളിയാണ്. പിന്നെ സന്ധ്യയായി, എല്ലാവരും കുളിയലൊക്കെ കഴിഞ്ഞ് അവർ എന്തെല്ലാം ഫാഷൻ എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളായിട്ട് പോന്നു. നമ്മൾ ചായ കുടിക്കാനിരുന്നു. അവർ ചായയും കുടിച്ചിട്ട് പോയിരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, സീസൺ ആയിക്കഴിഞ്ഞാൽ ചക്കയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ചായക്ക് വരെ ചക്കയുള്ള അവസ്ഥയാണ് ഇപ്പോഴും. പിന്നെ രാത്രി ചിത്തോട്ടെ മീൻ കൊണ്ടുവന്നു. ഓരോ മീനിന് വിട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതിപ്പോൾ ശീലമായി. കല്യാണത്തിന് ശേഷം പിന്നെ അതിപ്പോൾ ശീലമായി വന്നു. ഇവിടെ അമ്മ ഓടുള്ള മീൻ കഴിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഓടുള്ള മീൻ വാങ്ങിക്കുമ്പോൾ അയില ഇതുപോലുള്ള മീനും വാങ്ങിക്കും. ഇതിപ്പോൾ മുറിച്ചെല്ലാം സെറ്റാക്കി എടുക്കുമ്പോഴേക്ക് തന്നെ എന്താ പറയുക, ഉപ്പെല്ലാം പെരങ്ങി കറി ആകുമ്പോഴേക്ക് തന്നെ എല്ലാവരും ഉറങ്ങാൻ നോക്കും. സ്വാഭാവികമായിട്ട് എല്ലാവരും കിടക്കേണ്ട സമയമാകും. പിന്നെ നമ്മളിതെല്ലാം ആക്കി കഴിച്ച് കഴിയുമ്പോഴേക്ക് പിറ്റേന്ന് ദിവസം തുടങ്ങും. ഇപ്പം കുറേ ആയിട്ടല്ല, കല്യാണത്തിന് ശേഷം പിന്നെ ഇതെല്ലാം എന്താ പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പൊരുത്തപ്പെട്ടു. എല്ലാം മുറിച്ചെടുത്ത്
കഴുകി എടുത്തു. അതിൻ്റെ ഓട് കളഞ്ഞു. അപ്പോഴേക്ക് ഇവർ മുന്നിൽ നിന്നിങ്ങനെ ചെടിയൊക്കെ നോക്കിയിട്ടുള്ള കളിയാണ്. ഇത് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ച മാങ്ങ. ചോറ് തിന്ന് കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞ് വെക്കുന്നതാണ്. അതിൻ്റെ പഴുത്തിട്ട് തന്നെ പറിച്ചത് കൊണ്ടായിരിക്കാം നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. ഫ്രഷ് മാങ്ങ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ലെങ്താണോ എന്നറിയില്ല, ഇച്ചിരി ലെങ്തായിരിക്കും. എങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വീഡിയോ നിർത്താം. ഓക്കെ, ബൈ.